അപ്പോൾ ഇന്ന് നമുക്ക് ഓഡിയക്സിന്റെ പുതിയ വ്യൂ മീറ്റർ എത്തിയിട്ടുണ്ട്. അപ്പോൾ പഴയ വ്യൂ മീറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ പുതിയ വന്നിരിക്കുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പുതിയ കണക്ഷൻ ഡീറ്റെയിലും ഫീച്ചേഴ്സ് ഒക്കെയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. എന്തായാലും നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. നമുക്കിതുപോലെ നല്ല ബോക്സിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് കൊറിയർ അയക്കാനൊക്കെ നമുക്ക് നല്ലതാണ്. ഇതിൻ്റെ കൂടെ തന്നെ അവർ കേബിള് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഓടി ഇന്ന് കൊടുക്കാനുള്ളതും അതുപോലെ തന്നെ ഇതിൻ്റെ മോഡ് സെലക്ട് ചെയ്യാനും പിന്നെ പവർ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതിൻ്റെ കേബിൾസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് കണക്ഷൻ കൊടുക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള എല്ലാ ഡീറ്റെയിലും ഇതിൻ്റെ അകത്ത് തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ ഡിസ്പ്ലേയുടെ സൈസും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇൻപുട്ട് കൊടുക്കേണ്ടതും ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ടതും പിന്നെയും അതുപോലെ തന്നെ മോഡ് സെലക്ട് ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് തന്നെ നമുക്കത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നോക്കി സേഫായിട്ട് തന്നെ ഇത് കൊടുക്കാവുന്നതുള്ളൂ. ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്കൊരു 5 വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ കറക്റ്റ് 5 വോൾട്ടേജ് എടുത്ത് ഒരു ബക്ക് കൺവെർട്ടർ ഉപയോഗിച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. 14 മോഡിലേക്ക് നമുക്കിത് മാറ്റാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പഴയതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സൈസ് വലുതായ പോലെ തോന്നുന്നുണ്ട്. എന്തായാലും ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ മോഡും ഓട്ടോ ഓപ്ഷൻ എന്ന രീതിയിലേക്ക് നമുക്ക് എനേബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനും ഉള്ളൊരു ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയൊരു മാനുവൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് വളരെ സേഫ് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് നോക്കാം. പഴയ പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ് അവർ ഈ പ്രാവശ്യവും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കുറച്ച് കമ്പോണൻസ് എല്ലാം SMD ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാമേജ് ഇല്ലാതെ നമുക്കിത് അയക്കാനും അതുപോലെ തന്നെ യൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് ഇതിൻ്റെ ഒരു മോഡിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഓഡിയോ ഇന്ന് കൊടുക്കാനും അതുപോലെ തന്നെ പവറിൻ്റെ സെക്ഷനും കൊടുത്തിരിക്കുന്നത്. കമ്പോണൻസ് എല്ലാം SMD ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് കൊറിയർ അയക്കാനാണെങ്കിലും അത് സേഫ് തന്നെയാണ്. ഇനി നമുക്കിതിലേക്കൊരു കണക്ഷൻസ് കൊടുത്തിട്ട് അതായത് ഒരു ഓഡിയോ ഇന്ന് കൊടുത്തിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ടേജാണ്. കറക്റ്റായിട്ട് തന്നെ ബക്ക് കൺവെർട്ടർ ഉപയോഗിച്ച് 5 വോൾട്ടേജ് കൊടുക്കുന്നതായിരിക്കും ഇതിന് സേഫ്. അപ്പം ഞാൻ ഒരു ബക്ക് മുഖേനയാണ് ഇതിലേക്ക് നമ്മൾ കണക്ഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. നമുക്കതിന് വേണ്ടി അതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആദ്യത്തെ കാണുന്നത് നമുക്ക് മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. 14 മോഡിലേക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് ചേഞ്ച് ചെയ്യാവുന്നതുള്ളൂ. പിന്നെ ഓഡിയോന് വേണ്ടി ഞാനൊരു USB മൊഡ്യൂളിൽ നിന്നാണ് ഇത് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നമുക്കൊരു 3 പിന്ന് ഓഡിയോന് ഇതിൽ കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പിന്നിൻ്റെ ഒരു DC വോൾട്ടേജും കൂടെ നമുക്കിതിലേക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെ അതിൽ വരുന്നത് ഒരു 5 പിന്നാണ്. അതിൻ്റെ അകത്ത് 2 പിന്ന് നമുക്ക് DC വോൾട്ടേജിനും ബാക്കി 3 എണ്ണം ഓഡിയോനുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് മാറിപ്പോകാതെ കറക്റ്റായിട്ട് തന്നെ നോക്കിയിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ മോഡുകളും അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, അപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിപ്പോൾ ജസ്റ്റ് ഓണായിട്ടുള്ളൂ. നമുക്ക് ആ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് നമുക്ക് ഓഡിയോ ഇന്നും കൂടെ കൊടുത്താൽ മാത്രമേ അതിൻ്റെ നമുക്ക് ചേഞ്ചസ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ബ്ലൂടൂത്തിലാണ് ഞാൻ ഓഡിയോ ഇട്ട് ഇന്ന് ഒരു FM-ലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, FM-ൽ കിട്ടത്തിന് അതിൻ്റെ മോഡ് ഇത് മാറുന്നു കണ്ടാം. അങ്ങനെ 14 മോഡിലേക്ക് നമുക്കിത് മാറ്റി യൂസ് ചെയ്യാവുന്നതുള്ളൂ. നല്ല മൂവ്മെൻ്റ് ഉള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ www.densoaudio.com അതല്ലാതെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ഇത് മേടിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഞാൻ ചെക്ക് ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയും നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ലുക്കൊക്കെ ഇതിന് കിട്ടുന്നുണ്ട്. ശരിക്കും ഇത് അക്രിലിക് പാനൽ വെച്ച് തന്നെ കണ്ടാലാണ് നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഭംഗി നമുക്കത് കിട്ടത്തുള്ളൂ. ഇത് നമുക്ക് വെളിയിൽ ഇങ്ങനെ കണക്ഷൻ കൊടുക്കുക. അതല്ലാതെ ഫ്രണ്ടിലും ഇതിൻ്റെ മോഡ് നമുക്കിത് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിലേക്ക് നമുക്കത് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓവറോൾ ചെക്ക് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ഇങ്ങനത്തെ മോഡ് സെലക്ട് ചെയ്യാനൊക്കെ ആണെങ്കിലും അതും നല്ലതാണ്. നമ്മൾ ആംപ്ലിഫയറൊക്കെ ചെയ്യുന്ന സമയത്ത് വെളിയിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ രീതിക്ക് മാറ്റാൻ വേണ്ടിയാണ് ഇവർ എക്സ്ട്രാ ഒരു വയറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓവറോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ ഉടനെ തന്നെ ഇത് പർച്ചേസ് ചെയ്യുക. ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു നല്ലൊരു വീഡിയോമേ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.